അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാണ്. കടന്നു വന്നുകൊണ്ട് പുണ്യ നബിയോട് സലാം പറഞ്ഞു. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. പുണ്യ നബിയോട് സലാം പറയുമ്പോ ബഹുമാനപ്പെട്ട മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കണ്ണുകളിൽ കൂടിയിട്ട് കണ്ണുനീര് ധാരധാരയായി ഒലിക്കുകയാണ്. അവിടുന്ന് ചോദിക്കുന്നു, അല്ല ജിബ്രീലേ, ഇന്നേവരെ ഇതേപോലൊരവസ്ഥയിൽ ഞാൻ താങ്കളെ കണ്ടിട്ടില്ല. ഇന്ന് എന്താ, ഇന്ന് വല്ല പ്രത്യേകതയുമുണ്ടോ ജിബ്രീൽ? ആ സമയത്ത് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറഞ്ഞു, നബിയേ, ഇന്നിപ്പോ ഞാൻ അവിടത്തെ മുമ്പിൽ നിൽക്കുന്നതിന്റെ കാരണം എന്തെന്നറിയോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നരകത്തെ കുറിച്ചുള്ള ആയത്തുമായിട്ടാണ് എന്നെ നിങ്ങൾ അടുക്കലേക്ക് വിട്ടിരിക്കുന്നത്. ആ നരകത്തിന്റെ ഭയാനകത ഓർത്തപ്പോ ഞാൻ അറിയാതെ തെരഞ്ഞു പോയതാ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, അല്ല ജിബ്രീലേ, നിങ്ങളൊക്കെ എത്രയോ മുക്തരാണല്ലോ, നിങ്ങൾ ഒരിക്കലും തെറ്റ് ചെയ്യാത്തവരാണല്ലോ, പിന്നെന്തിനാണ് കഴിയുന്നത് ജിബ്രീൽ? അപ്പോഴാണ് പറയുന്നത്, അല്ലാഹുവിന്റെ നബിയേ, നമ്മുടെ നേതാവായിരുന്നല്ലോ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, അവസാന ഘട്ടത്തിൽ നിന്നിപ്പോ എല്ലാവരും ശപിക്കുന്ന വ്യക്തിയായില്ലേ, മലക്കായില്ലേ? അതേപോലെ കാണും എന്റെ ഒരവസ്ഥ ചെന്ന് ചേരുമോ? അത് കാരണമായി ഞാൻ നരകത്തിലേക്ക് പോകുമോ എന്നോർത്തുകൊണ്ടാണ് ഞാൻ കഴിയുന്നതെന്ന് അവിടെന്ന് പറയുമ്പോ ചുവന്ന തുളുത്താപ്പിട പോലെയുള്ള മുഖത്ത് കൂടിയിട്ട് കണ്ണുനീര് ധാരധാരയായി ഒലിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ തേയി തേയി കഴിയുമ്പോ അല്ല വിളിക്കുന്നു, നബിയേ, ജിബ്രീലേ, നിങ്ങൾക്ക് ഞാൻ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ചിരിക്കുകയാണ്. ഈ സമയത്താണ് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കണ്ണുനീരിൽ നിന്നത്, ലോകത്തിന്റെ നേതാവിന്റെ കണ്ണുനീരിൽ നിന്നത്. ഇന്നിപ്പോ പാപത്തിന്റെ പടുകുടിയിലേക്ക് പോകുന്ന ഞാനും നിങ്ങളുടെ ഉൾപ്പെടെയുള്ള ആളുകൾ എത്രത്തോളം തേങ്ങിക്കറിയുന്ന ചെറുപ്പക്കാരാ, എത്രത്തോളം പൊട്ടിക്കറിയുന്ന പെണ്ണേ, നമുക്കൊന്ന് കരയാവുള്ള കണ്ണുനീരില്ലല്ലോ, അല്ലാഹുവിനെ കുറിച്ച് ഓർക്കാനുള്ള സമയമില്ലല്ലോ. അതുകൊണ്ട് സഹോദരങ്ങളെ, ജിബ്രീൽ പോലും കരഞ്ഞു പോയെങ്കിൽ എന്തിനെ കുറിച്ചാണ് കരഞ്ഞെന്നറിയോ? നരകത്തെ ഓർത്തുകൊണ്ടാണ് കരഞ്ഞത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു, അല്ലയോ ഉമ്മത്തുകളെ, നിങ്ങളുടെ കണ്ണുകൾ കൂടി കണ്ണുനീര് വരട്ടെ. ആ കണ്ണുനീര് വീഴുന്ന സമയത്ത് നിങ്ങൾ ചെയ്തിട്ടുള്ള കുറ്റങ്ങളെയല്ല അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനിലേക്ക് എടുത്ത് പറഞ്ഞുകൊണ്ട് പശ്ചാത്തപിച്ച് മടങ്ങും മുസ്ലിമേ. ബഹുമാനപ്പെട്ട മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കരഞ്ഞു. അത് കണ്ട് പുണ്യ